സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC LDC ടൈം കീപ്പർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. അപ്പം അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ആൻസേഴ്സ് പറഞ്ഞു പോകുന്നത്. അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത്, സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 yards. ഇത് ആരുടെ ആത്മകഥയാണ്? എന്താണ്? സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 yards എന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സയ്യിദ് കിർമാനി. അടുത്ത ചോദ്യം, ഐ ടു ഹാഡ് എ ഡ്രീം. ഇത് ആരുടെ ആത്മകഥയാണ്? ഐ ടു ഹാഡ് എ ഡ്രീം എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡോക്ടർ വർഗീസ് കുര്യൻ. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിച്ച ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ടി പ്രകാശമാണ്. അടുത്ത ചോദ്യം, താഴെ സൂചിപ്പിച്ച നൃത്തകലകളിൽ ഏതിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത്? ഓപ്ഷൻ സി, രാമനാട്ടം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് താഴെ പറയുന്നവരിൽ ഏത് വനിതാ നേതാവാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ദാക്ഷായണി വേലായുധൻ. ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ദേശസ്നേഹികളിലെ രാജകുമാരൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതിനെ കണ്ടെത്തുക. ജോവിയൻ ഗ്രഹം. ഓപ്ഷൻ സി ആണ് ഉത്തരം, വ്യാഴം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്, പടിഞ്ഞാറൻ വാതകങ്ങൾ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണക്രമത്തിൽ വിന്യസിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു ബുർജില, ഫോട്ടുല, ഭാരാലച്ചാല, സോജില. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3, 1, 2, 4. ഭാരാലച്ചാല, ബുർജില, ഫോട്ടുല, സോജില. അവരോഹണ ക്രമം. അടുത്തത്, താഴെ പറയുന്ന ധാതുക്കളിൽ ഏതിൻ്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലീശ്വരത്ത് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ബോക്സൈറ്റ്. അടുത്തത്, പ്രസിദ്ധമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കണ്ടെത്തി രേഖപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒഡീഷ. അടുത്ത ചോദ്യം, ഒരു ഭൂപടത്തിൽ തോത് 1 സെന്റിമീറ്റർ 2 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ഏത് അംശബന്ധ തോത് രീതിയാണ് പ്രസ്താവനയെ ശരിയായി പ്രതിനിധാനം ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി, 1:2 lakh. അടുത്തത്, 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏത് നയത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും. അടുത്ത ചോദ്യം, ഒരു നികുതിയുടെ ഭാരം
വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് രീതിയിലാണ്? ഒരു നികുതിയുടെ ഭാരം വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് നികുതിയിലാണ്? ഓപ്ഷൻ ബി പരോക്ഷ നികുതിയാണ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡോക്ടർ MS സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിന് വേണ്ടി വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നു. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പരിസ്ഥിതി സൗഹൃദമായ കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ. അടുത്തത്, ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇക്വലൈസേഷൻ ലെവി. ഇക്വലൈസേഷൻ ലെവി, ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി, ഇക്വലൈസേഷൻ ലെവി. ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 0%, 5%, 12%, 18% ആൻഡ് 28%. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ഒരു രാജ്യം ഒരു വിപണി. ഓപ്ഷൻ എ ആണ് ഉത്തരം, E-NAM. അടുത്തത്, കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ. കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷി ആക്കരുത് എന്നീ തത്വങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് മൗലിക അവകാശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അനുച്ഛേദം 20, ആർട്ടിക്കിൾ 20. അടുത്ത ചോദ്യം, 2003 ഭരണഘടന 92 ഭേദഗതി നിയമം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഷകളെ ഉൾപ്പെടുത്തി? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. 1, 2, 3 മാത്രം. ബോഡോ, മൈഥിലി, സാന്താളി. 1, 2, 3. അടുത്തത്, ഭാരതീയ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിഗണിക്കും. തന്നിരിക്കുന്നു: ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തുക, ശാസ്ത്രീയ മനോഭാവം വളർത്തുക, പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നവയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി. 1, 3, 4 മാത്രം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, ശാസ്ത്രീയ മനോഭാവം വളർത്തുക, പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. അടുത്തത്, എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1 മാസം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സ്വത്തവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കി. ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. ഇത് എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നു, പക്ഷേ നിയമനിർമ്മാണ നടപടികളിൽ നിന്നും സംരക്ഷിക്കുന്നില്ല. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം.
മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തെക്കുറിച്ചുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമ കോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. വാമനപുരമാണ്. വാമനപുരം. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ച നിയമങ്ങൾ നിരീക്ഷിക്കുന്നു, സ്ത്രീകളുടെ സംരക്ഷണവും സമത്വവും ഉറപ്പാക്കുന്നു, സ്ത്രീകളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നു, സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ. 1, 2, 3 എന്നിവ സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ആണ്. അടുത്തത്, സംസ്ഥാന തലത്തിൽ ലോകായുക്തയുടെ മേധാവി ആരാണ്? സംസ്ഥാന തലത്തിൽ ലോകായുക്തയുടെ മേധാവി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാണ്. കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ ഏത് നിയമത്തിന് കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ നിയമപ്രകാരമാണ് സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിൽ വാട്ടർ ഷെഡ് മാനേജ്മെന്റായി മുഖ്യമായും ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ, കേരള. കേരളത്തിൽ വാട്ടർ ഷെഡ് ഗവൺമെന്റ് ഏജൻസി വിച്ച് ഈസ് പ്രൈമർലി ഇൻ ചാർജ് ഓഫ് വാട്ടർ ഷെഡ് മാനേജ്മെന്റ് ഇൻ കേരള. ഏതാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ, കേരളയാണ്. അടുത്തത്, കേരളത്തിലെ വാട്ടർ ഷെഡ് മാനേജ്മെന്റ് പദ്ധതികളിൽ ജലസംരക്ഷണത്തിനായി സാധാരണയായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ പ്രത്യേക ഭൗതിക സാഹചര്യങ്ങളിൽ ഏതാണ് മുൻഗണന നൽകാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ചെക്ക് ഡാമുകൾ, ബോർവെൽ റീചാർജ് ഫ്ലാറ്റ് ഷാഫ്റ്റുകൾ, ഫാം പോണ്ട്, പെർക്കോലേഷൻ പിറ്റുകൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബോർവെൽ റീചാർജ് ഷാഫ്റ്റ്സ്. അടുത്തത്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് കേരളത്തിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. നിപുണ തൊഴിലാളികളുടെ അഭാവം കേരളത്തിലെ MGNREGA നടപ്പാക്കുന്നതിന് നേരിടുന്ന ഒരു വെല്ലുവിളി ആണ് എന്നതാണ് തെറ്റായിട്ട് ഉള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളതൊന്ന് നോക്കി വയ്ക്കാം. MGNREGAയുടെ നടപ്പാക്കലിന് ഗ്രാമപഞ്ചായത്തുകൾ ഉത്തരവാദികളാണ്. സ്ത്രീകൾ, പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, വ്യത്യസ്ത ശേഷിയുള്ള വ്യക്തികൾ എന്നിവർക്ക് കേരളത്തിൽ MGNREGAയിൽ പ്രത്യേക മുൻഗണന നൽകുന്നു. MGNREGAക്ക് ആവശ്യമായ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കുവെക്കുന്നു എന്നിവ ശരിയാണ്. അടുത്തത്, കേരളത്തിൽ സർക്കാർ മേഖലയിലെ മനുഷ്യവിഭവശേഷി മാനേജ്മെന്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്പാർക്ക്. കേരള നിയമസഭയിലെ ഏത് കമ്മിറ്റിയാണ് പ്രതിനിധാന നിയമനിർമ്മാണത്തിന് കീഴിലെ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. ഭരണകൂടത്തിൻ്റെ ആജ്ഞാതത്വത്തിന്
എതിരായ പ്രതിരോധങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 14. പ്രകൃത്യാ നീതിയുടെ സിദ്ധാന്തങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സെർട്ടിയോററി. സെർട്ടിയോററി ആണ്. അടുത്ത ചോദ്യം ട്രജൻ 155 mm ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസ്. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനാണ് കാൽഷ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്? കാൽഷ്യം. ഓപ്ഷൻ സി ആണ്, വിറ്റാമിൻ ഡി. ഒരു മുതിർന്ന മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 206. തൈറോയ്ഡ് ഹോർമോണിൻ്റെ സമന്വയത്തിനാവശ്യമായ അടിസ്ഥാന സൂക്ഷ്മ പോഷക ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അയോഡിൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രധാന വായു മലിനീകരണ ഘടകം? ഇവിടെ തന്നിരിക്കുന്നു ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രജൻ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കാർബൺ മോണോക്സൈഡ്. അടുത്ത ചോദ്യം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ ഏത് ക്യാൻസറിന് കാരണമാകുന്ന അപകട ഘടകമാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗർഭാശയഗള ക്യാൻസർ. താഴെ പറയുന്നവയിൽ ഏതാണ് സിഫിലിസിന് കാരണമാകുന്ന ജീവി? സിഫിലിസിന് കാരണമാകുന്നത്. ഓപ്ഷൻ എ ആണ്, ട്രെപ്പോണിമ പല്ലിടം. ട്രെപ്പോണിമ പല്ലിടം. 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവ പ്രോജക്റ്റ് ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിലും ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു? വിവ പ്രോജക്റ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വിളർച്ച, അനീമിയ. 2025 ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ താഴെ പറയുന്നവയിൽ ഏതിനെ കേന്ദ്രീകരിച്ചാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മാതൃ നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും. മോസ്ഡാക് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മെട്രോളജിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് സാറ്റലൈറ്റ് ഡാറ്റ ആർക്കീവൽ സെൻറ്റർ. മെട്രോളജിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് സാറ്റലൈറ്റ് ഡാറ്റ ആർക്കീവൽ സെൻറ്റർ, മോസ്ഡാക്. വൈദ്യുത കാന്തിക തരംഗ സ്പെക്ട്രത്തിലെ തന്നിരിക്കുന്ന അംഗങ്ങളെ അവയുടെ ഊർജത്തിൻ്റെ അവരോഹണ ക്രമത്തിലുള്ള ശരിയായ വിന്യാസം? മൈക്രോവേവ് 1, റേഡിയോ തരംഗങ്ങൾ 2, ദൃശ്യ തരംഗങ്ങൾ 3, UV4, ഗാമ റേകൾ 5, എക്സ്-റേകൾ 6, IR 7. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. 2, 1, 7, 3, 4, 6, 5. റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, IR, ദൃശ്യതരംഗങ്ങൾ, UV, എക്സ്-റേകൾ, ഗാമ റേകൾ. അടുത്തത് അടിസ്ഥാന SI ഏകകങ്ങളിൽ ഏതാണ് മറ്റുള്ള അടിസ്ഥാന ഏകകങ്ങളുടെ നിർവചനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്? ഓപ്ഷൻ സി, സെക്കൻഡ്. താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യയിലെ ഏത് സ്ഥലത്തിലാണ് ഗുരുത്വാകർഷണ മൂലമുള്ള ത്വരണം ഏറ്റവും കൂടുതൽ ഉള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഡൽഹി. മോളാർ
ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH എത്രയാണ്? ജലത്തിൽ നിർമ്മിച്ച 1 × 10⁻⁻7.2 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 7. അടുത്തത്, ഒരു മൂലകത്തിൻ്റെ ബാഹ്യ ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പറുകൾ ചുവടെ തന്നിരിക്കുന്നു. n = 2, l = 0, m = 0, s = +1/2. ഈ മൂലകം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ലിഥിയം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വാതകമാണ് ഉയർന്ന മർദ്ദത്തിലും 40°C താപനിലയിലും ദ്രവീകരിക്കുവാൻ പറ്റുന്നത്? ഓപ്ഷൻ ഡി ആണ് അമോണിയയാണ്. 40°C താപനിലയിലും ദ്രവീകരിക്കുവാൻ പറ്റുന്നത് അമോണിയം. ഏത് ലോഹത്തിൻ്റെ ഓക്സിജൻ അടങ്ങിയ അയിരാണ് പൈറോലുസൈറ്റ്? ഓപ്ഷൻ ഡി ആണ് മാംഗനീസ്. താഴെ പറയുന്ന കൃഷ്ണനാട്ടത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അഷ്ടപതി ആട്ടത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് കൃഷ്ണനാട്ടം. കോഴിക്കോട്ടെ മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്. മാനവേദൻ രാജാവാണ് കൃഷ്ണഗീതി എന്ന കൃതി രചിച്ചത്. ജയദേവൻ്റെ ഗീതാഗോവിന്ദം എന്ന കൃതിയുടെ മാതൃകയിലാണ് കൃഷ്ണഗീതി രചിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടീനസ് ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ എ ആണ് അർജന്റീന. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളുടെ കൃതികളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. തന്നിരിക്കുന്നത് അപ്പുക്കുട്ടൻ, നാരായണൻ, ഗോവിന്ദൻകുട്ടി, ഇരുമ്പൻ ഗോവിന്ദൻ നായർ. കൃതികൾ: പ്രവാചകന്റെ വഴി, കേശവന്റെ വിലാപങ്ങൾ, സുന്ദരികളും സുന്ദരന്മാരും, അസുരവിത്ത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. A2 അപ്പുക്കുട്ടൻ, കേശവന്റെ വിലാപങ്ങളിലാണ്. നാരായണൻ പ്രവാചകന്റെ വഴി, ഗോവിന്ദൻകുട്ടി അസുരവിത്ത്, ഇരുമ്പൻ ഗോവിന്ദൻ നായർ സുന്ദരികളും സുന്ദരന്മാരും. അടുത്തത്, MT വാസുദേവൻ നായർ ജ്ഞാനപീഠ അവാർഡ് നേടിയ വർഷം? ഓപ്ഷൻ ബി ആണ് 1995. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? നെഹ്റു ട്രോഫി. ഓപ്ഷൻ ബി ആണ് പുന്നമടക്കായൽ. അടുത്തത്, താഴെ പറയുന്നവയിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ പ്രസ്താവന 2 ആണ് ശരിയല്ലാത്തത്. പ്രസ്താവന 2 ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഏത് പദ്ധതിയാണ്? പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾക്ക് ലോണുകൾ അനുവദിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ശരിയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ NIRF റാങ്കിംഗ് കൂടി പരിഗണിച്ചാണ് ഈ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ലോൺ അനുവദിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഈടോ ജാമ്യക്കാരനോ ഇല്ലാതെ ലോൺ ലഭിക്കും. അടുത്ത ചോദ്യം, ബാഷർ അൽ അസദ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ഓപ്ഷൻ എ ആണ് സിറിയ. ആരാണ്? ബാഷർ അൽ അസദ്. വീഡിയോ എഡിറ്റിങ്ങിനായി ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ് അഡോബ് പ്രീമിയർ പ്രോ. ഒരു നെറ്റ്വർക്കിൽ റൗട്ടറിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? വിവിധ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ഇൻഫ്ലുവൻസർ. ഓപ്ഷൻ എ ആണ് ആകർഷകമായ ഉള്ളടക്കം നിർമ്മിക്കുകയും പങ്കിടുകയും ചെയ്യുന്ന വ്യക്തി. അടുത്തത്, യൂറോപ്യൻ യൂണിയനിലെ ഡാറ്റ സംരക്ഷണവും സ്വകാര്യതയും ശ്രദ്ധയിലാക്കുന്ന അന്താരാഷ്ട്ര നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്
GDPR. യൂറോപ്യൻ യൂണിയനിലെ ഡാറ്റാ സംരക്ഷണവും സ്വകാര്യതയും ശ്രദ്ധയിലാക്കുന്ന അന്താരാഷ്ട്ര നിയമം GDPR. എന്താണ് ഓപ്പൺ എയുടെ ChatGPT-4 മത്സരിക്കാനുള്ള ഏറ്റവും പുതിയ AI മോഡൽ ജെമിനി 1.5 അടുത്തിടെ പ്രഖ്യാപിച്ച കമ്പനി? ഓപ്ഷൻ ബി ആണ് ഗൂഗിൾ ഡീപ്പ് മൈൻഡ്. അടുത്തത് വിവരാവകാശ നിയമം 2005 പ്രധാന ഉദ്ദേശ്യം? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. ഏതൊക്കെയാണ്? ജനങ്ങളുടെ ശാക്തീകരണം, സുതാര്യവും ഉത്തരവാദിത്തവും, അഴിമതി വിരുദ്ധ നയം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അധാർമിക വ്യാപാര രീതി എന്നാൽ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞവ എല്ലാം. ഏതൊക്കെയാണ്? വ്യാജ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയോ വികലമായ ഉൽപ്പന്നം വിൽപ്പന നടത്തുകയോ ചെയ്യുക, ഉപഭോക്താവിൻ്റെ പേര് വിവരങ്ങൾ അവരുടെ അനുവാദം ഇല്ലാതെ വെളിപ്പെടുത്തുക. അടുത്തത് ആർക്കാണ് അഡോപ്ഷൻ ഉത്തരവ് പറയുവാനുള്ള അധികാരം ഉള്ളത്? ജുവനൈൽ ജസ്റ്റിസ് അമെൻമെൻറ്റ് ആക്ട് 2021 പ്രകാരം ആർക്കാണ് അഡോപ്ഷൻ ഉത്തരവ് പറയുവാനുള്ള അധികാരം ഉള്ളത്? ഓപ്ഷൻ എ ആണ് ജില്ലാ മജിസ്ട്രേറ്റ്. IPCയിലെ ഏത് സെക്ഷനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭിന്നലിംഗക്കാരുടെ അവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വിരുദ്ധമെന്ന് അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ് സെക്ഷൻ 377. BSAയിലെ ഏത് സെക്ഷനാണ് സ്ത്രീധന മരണമാണ് എന്ന അനുമാനത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്? ഓപ്ഷൻ സി ആണ് 118 BSA. അടുത്തത് ജോലി സ്ഥലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ 2013 എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്ത്രീകൾക്കെതിരെ ശാരീരിക ആക്രമണങ്ങൾക്കെതിരെയുള്ള പരാതി സ്വീകരിക്കുന്നതിന് ICC രൂപീകരിക്കുക. ഭിന്നശേഷിക്കാരായ ഒരു വ്യക്തിയെ പൊതുസ്ഥലത്ത് കളിയാക്കുകയോ വ്യക്തിഹത്യയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് ഭിന്നശേഷി അവകാശ നിയമത്തിൻ്റെ ഏത് സെക്ഷനിൽ ആണ് പരാമർശിക്കുന്നത്? ഓപ്ഷൻ സി ആണ് സെക്ഷൻ 92. ഒരു APയുടെ 21ാമത്തെ പദം അതിൻ്റെ 7ാമത്തെ പദത്തിൻ്റെ 3 ഇരട്ടിയാണ്. 9ാമത്തെ പദം 18 ആണെങ്കിൽ 64ാമത്തെ പദം ഏതാണ്? മാത്സ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് 128. അടുത്തത് ചില കോഡിംഗ് ഭാഷയിൽ മൊബൈൽ എന്നത് QSFMPI ആയി കോഡ് ചെയ്തിരിക്കുന്നു. അതേ ഭാഷയിൽ എങ്ങനെയാണ് ഫോൺ കോഡ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് TLSRI. അടുത്തത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് 74ാമത്തെ ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 75ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി. 76ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി. 77. ഓപ്ഷൻ ബി. 78ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി. 79. ഓപ്ഷൻ എ. 80. ഓപ്ഷൻ ഡി. 81.
Choose the correct passive form of the sentence. Clean the room from the following options. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. Let the room be cleaned. Identify the correct sentence. Option A, he didn't see her coming. Fill in the blanks with the correct choice from the option below. Do you mind dash the door? Closing the door. Do you mind closing the door? Identify the error in the given sentence from the options below. If you have made the cake, I would have appreciated. Option A, have. I would have appreciated. Knucklehead is a slang for option C, foolish person. Complete the sentence using any one of the suitable options given below. Yesterday I felt very tired as I was feeling a bit under the weather. Option A ആണ് ഉത്തരം. Complete the sentence by choosing the appropriate one from the abbreviations given below. I had a dash when the crowd at the fair increased. FOMO. Identify the error in the given sentence from the following options. She was complimented on her success at the intercollegiate quiz festival held yesterday at the college auditorium. Option B, complimented. Fill in the blank using the correct phrasal verb given as options. She decided to dash the topic in the next meeting. Bring up the topic. Choose the meaning of the word in bold in the given sentence from the options given below. People believed that democracy is the panacea for the humanity as a whole. Option B, solution for all problems. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ സി, യഥേഷ്ടം. പ്രതിരോധം എന്ന വാക്കിൻ്റെ വിപരീതം അനുരോധം. ദീപാവലി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ദുർവ്യയം ചെയ്യുക. റിപ്രിമാൻഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായ മലയാള പദം താക്കീത്. അനുചിതം എന്ന വാക്കിൻ്റെ അർത്ഥം ഉചിതമല്ലാത്തത്. ആന എന്ന പദത്തിൻ്റെ പര്യായം വാരണം. മേദിനി എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമി. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം. ഓപ്ഷൻ സി, നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. വിദ്യുത് ശക്തി പദം പിരിച്ചെഴുതുന്നത് വിദ്യുത് പ്ലസ് ശക്തി. പ്രതിദിനം എന്ന സമാസ രൂപത്തിൻ്റെ വിഗ്രഹാർത്ഥം ദിനം തോറും. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഉത്തരങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.